നമ്മളെ പണ്ടൊക്കെ ഒരു പാട്ടുണ്ട്, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കഷണ്ടിക്ക് പന്തുണ്ട്, മരുന്നുണ്ട്. അസൂയക്കും മരുന്നുണ്ട്, അസൂയക്കും മരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു പറയാണ്, അസൂയ എന്ന ദുർഗുണമുണ്ടല്ലോ, ആ അസൂയ മാറിക്കിട്ടോ. രണ്ട് ആത്മീയമായ മരുന്നുണ്ടെന്ന് സയ്യിദുനാ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, അസൂയ മാറിക്കിട്ടാനുള്ള ഒന്നാമത്തെ മരുന്ന് അതെന്നറിയുമോ? ഉദ്കുറുൽ മനിയ. ഇന്നല്ലെങ്കില് നാളെ ദുനിയാവെന്ന് വിട പറഞ്ഞു പോകുമല്ലോ എന്ന് നിങ്ങളെ മരണത്തിന്റെ ചിന്തയുണ്ടല്ലോ, അത് കടന്നു വന്നോ പിന്നെ അസൂയ കടന്നു വരില്ലെന്നാണ്. നമ്മളെ നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ, അല്ലാഹുവേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമല്ലോ എന്ന ചിന്ത മനസ്സിന്റെ അകതാരിന്റെ അകത്തട്ടിലേക്ക് കടന്നു വരുമ്പോ പിന്നെ അസൂയ എന്ന ദുർഗുണമുണ്ടാവില്ലെന്നു ബഹുമാനപ്പെട്ട ശാഫി ഇമാം പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസൂയ മാറാനുള്ള ഒന്നാമത്തെ മരുന്ന് മരണത്തിന്റെ ചിന്ത എപ്പോഴും ഇങ്ങനെ കൽബിലുണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, എല്ലാ മാസവും ഒരു 3 സുന്നത്ത് നോമ്പ് നോറ്റാ അവനക്ക് അസൂയ ഉണ്ടാവില്ലെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.